തൃശൂർ വടക്കാഞ്ചേരി ചിറ്റണ്ട പുതിയകാവിലെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ശാസ്തപ്പൻ തിറയും ഭദ്രകാളി തെയ്യവും ഭക്തർക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കി. ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. ബുധനാഴ്ചയായിരുന്നു ഭഗവതിയുടെ പീഠപ്രതിഷ്ഠ. കളിയാട്ടത്തിന്റെ പരമാചാര്യനും ചിറ്റണ്ട പുതിയകാവ് ഭദ്രകാളി ക്ഷേത്രം തന്ത്രിയുമായ കീഴൂരിടം സ്ഥാനികൻ അനീഷ് പെരുമലയൻ ആണ് പീഠപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. തുടർന്ന് വൻ ജനാവലിയെ സാക്ഷിയാക്കി നടന്ന കളിയാട്ട മഹോത്സവ സാംസ്കാരിക സദസ്സ് നടൻ മനോജ് കെ ജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാത്ത ഒരു ജനസമൂഹത്തെ കാണുന്നത് വളരെ ചുരുക്കമാണ്. അതാണ് ഇന്നിവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം, അതിൻ്റെ ചടങ്ങുകൾ, കളിയാട്ട മഹോത്സവമൊക്കെയാണ്. എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം കാണേണ്ട ഒരു ജനവിഭാഗത്തെ കാണേണ്ട ഒരു സ്ഥലത്ത് എല്ലാത്തരം ജാതിഭേദം എന്നെ ഇവിടെ സമ്മേളിക്കുന്നു. അതുതന്നെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റിയാണ്. ഇവിടെ വരാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. ഗജ നാച്ചുറൽ പാർക്ക് വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ KP മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജാതി വ്യവസ്ഥയുടെ അകൽച്ചയുടെ മനോഭാവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴും പരിഷ്കരണവാദികൾ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിച്ചു പോകുന്നത്. വിശ്വാസികൾ അന്ധവിശ്വാസികളാകുന്നു, ആചാരങ്ങൾ അനാചാരങ്ങളാകുന്നു. ഈ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളും തളർത്തേണ്ടതും തകർത്തെറിയേണ്ടതും നമ്മളാണ്. അതിനാണ് തൃശ്ശൂർ പേരൂർ ചിറ്റണ്ട എന്ന ഈ സ്ഥലത്ത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഈ സംരംഭവും അതോടൊപ്പം കളിയാട്ടവും ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ചടങ്ങിൽ കീഴൂർ പെരുമലയനെ ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷൻ ജ്യോതിഷ് മോഹൻ, KP മനോജ് കുമാർ എന്നിവർ പട്ടും വളയും നൽകി ആദരിച്ചു. ഭാരതി സംഭാരം പദ്ധതിയുടെ ഉദ്ഘാടനം നടൻ ശിവജി ഗുരുവായൂർ നിർവഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി P ശശികുമാർ, സിനിമാ താരങ്ങളായ കൊല്ലം തുളസി, അഖിൽ മാരാർ, ഊർമിള ഉണ്ണി, സരയു, ഐശ്വര്യ പ്രത്യങ്കിര ദേവി, ഗുരുപീഠം സ്വാമികളായ ശ്രീലസി, സൂര്യാനന്ദ ബ്രഹ്മന്ത്ര സരസ്വതി, എരുമപ്പെട്ടി വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. വ്യാഴാഴ്ച രാവിലെ രൗദ്രഭാവമേറി ഭദ്രകാളിയുടെ തിരുമുടിയേറ്റി അരുൾമൊഴിയേകി. തുടർന്ന് 64 കളം ഗുരുതി സമർപ്പണം നടന്നു. മഹാ അന്നദാനത്തോടെയായിരുന്നു 2 ദിവസം നീണ്ടുനിന്ന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.